അപ്പൊ എന്നെ കാണും. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴും അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവർ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ ഉറങ്ങി കൂടുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യൊന്നും അല്ലല്ലോ. അത് എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ? അത്രയ്ക്കും ഇഷ്ടമാണ് നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോലെ. ഇഷ്ടമുള്ളവരെ എല്ലാവരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും വാങ്ങുമ്പോഴാണല്ലോ. നീ എല്ലാവരും വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പോഴത്തെ മുഖം കാണാം. നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മുഖത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിൽ നീ വാ, അവന്റെ തോറ്റ മുഖയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിൽ പാടാൻ പുഷ്പ പോലെ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ മോനെ? അപ്പോഴോട് സ്നേഹമുള്ളൂ പറയാം. കാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേട്ടൻ തോപ്പിച്ചോണം. അതിനും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വരെ മത്സരമൊന്നുമില്ല. അടുത്ത വർഷം ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാണ് കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ മനസ്സിലാക്കി വൃത്തിയോ? നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും വാങ്ങുമ്പോഴാണല്ലോ. നീ എല്ലാവരും വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പോഴത്തെ മുഖം കാണാം. നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മുഖത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിൽ നീ വാ, അവന്റെ തോറ്റ മുഖയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിൽ പാടാൻ പുഷ്പ പോലെ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ മോനെ? അപ്പോഴോട് സ്നേഹമുള്ളൂ പറയാം. കാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേട്ടൻ തോപ്പിച്ചോണം. അതിനും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വരെ മത്സരമൊന്നുമില്ല. അടുത്ത വർഷം ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാണ് കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ മനസ്സിലാക്കി